ഹലോ ഹായ്. നമ്മളെ രേണുസുതിയുടെ കിച്ചുവിൻ്റെ വീഡിയോ കണ്ടിട്ടോ. അപ്പോൾ അമ്മയുടെ തുടർച്ചക്കാരനാണ് ഞാൻ. ഇങ്ങനെയുള്ളൊരു അമ്മനെ അങ്ങനെ സ്നേഹിക്കും. അപ്പോൾ അത് കേട്ടിട്ട് രേണു വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ മക്കളല്ലെങ്കിലും ഏതൊരു മക്കൾക്കാണെങ്കിലും നമ്മൾ തിന്നാൻ കൊടുത്തതിൻ്റെ ആണെങ്കിലും അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലും അത് നമ്മൾ വന്ന് പറയുന്നതും സോഷ്യൽ മീഡിയയാണ് ഓരോരുത്തർക്ക് വിജയം ഉണ്ടാക്കാനും ഓരോരുത്തർക്ക് കണ്ടന്റ് ഉണ്ടാക്കാനും വേണ്ടി പല പല കാര്യങ്ങളായിട്ടാണ്. അപ്പോൾ പോയി നമ്മളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. അവരെക്കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. എനിക്ക് അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് നമ്മളെ സ്വന്തം ജീവിതത്തിൽ വരെ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് അറിയുന്നത്. കാരണം എൻ്റെ ഉമ്മ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ 3 മക്കളെ വളർത്തിക്കണം. സിമെൻറ്റ് പണി, കല്ല് ചുവന്നിട്ടുണ്ട് ഞങ്ങൾ 3 പണി, അത്രയ്ക്കും കഷ്ടപ്പെട്ടു. അപ്പോൾ ചോദിക്കും വാപ്പല്ലേ എന്നിട്ട് വാപ്പുണ്ട്. വാപ്പ ഇങ്ങനെ പെണ്ണെട്ടി ഇങ്ങനെ പോണ വ്യക്തിയാണ് എൻ്റെ വാപ്പ. അപ്പോൾ തോന്നുന്നു ഇപ്പോൾ ചാവക്കാടുണ്ട്. ഇപ്പോൾ എത്ര വർഷമായി, ഞാനിപ്പോൾ തോന്നുന്നു 5, 6, 7 വർഷമായി ഞാൻ എൻ്റെ വാപ്പാനെ കണ്ടിട്ടാണ്, നേരിൽ കണ്ടിട്ടാണ്. എനിക്ക് എല്ലാവരും ചില വർത്തമാനം പറയുന്ന സമയത്ത് ഞാൻ അറിയാവുന്ന ആൾക്കാർ ചോദിക്കുമ്പോൾ നീ എന്താ ഇടയ്ക്കിടയ്ക്ക് മുക്കണേന്ന് ചോദിക്കും. അപ്പോൾ അതൊക്കെ ബാത്റൂമിൽ പോകാനുള്ളൂ. അപ്പോൾ എൻ്റെ ജന്മനാൽ ഉള്ളൊരു അസുഖം ഈ മുക്കർ, അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എത്ര അടി കിട്ടിയിട്ടുണ്ടെന്നറിയാം ഇത് മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ വെറുതെ ഇപ്പോൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ മുക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്കെപ്പോഴും ആലോചന എൻ്റെ വാപ്പ നന്നായി കള്ളുടിച്ചിട്ടാണ്. കള്ളുടിച്ചിട്ട് ഉമ്മാനെ വന്ന് അടിക്കണതും എൻ്റെ ഉമ്മാനെ അടിച്ചിട്ട് എൻ്റെ ഒരു ഓർമ്മയിൽ എൻ്റെ ഉമ്മാനെ അടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്ന് വെച്ചിട്ട് 1 രൂപ എൻ്റെ വാപ്പ ചിലവാക്കിയിട്ടില്ല. അന്ന് തറവാട്ടിലാണ് എൻ്റെ ഉമ്മ ഉള്ളത്. ഉപ്പാൻ്റെ അനിയന്മാർ എല്ലാവരും കൂടി തറവാട്. അപ്പം വാപ്പ നോക്കുന്നില്ല ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഉപ്പാൻ്റെ ഉപ്പല്ലേ അത് നന്നായിട്ട് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ മാറ്റിയിട്ട് ചോറ് തിന്നുമ്പോൾ ഞങ്ങൾ വാപ്പനെ എന്താ വെച്ചിട്ട് കൊണ്ടുവരാറില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് മാറ്റി ഇരുന്നിട്ട് ചോറ് തിന്നുന്ന ടൈമിൽ ഞങ്ങൾ ഉപ്പാൻ്റെ ഉപ്പ വല്യപ്പ ഞങ്ങളെ എരിയത്ത് കൊടുന്ന് വെച്ചിട്ട് എൻ്റെ ഉമ്മക്ക് ചില ദിവസങ്ങളിൽ ചോറ് തന്നെ കിട്ടാറില്ല. കാരണം അടുക്കളപ്പണി മൊത്തം വാപ്പ നോക്കാത്ത കാരണം അവരല്ലാതെ അടുക്കളപ്പണി മൊത്തത്തിൻ്റെ ഉമ്മയാണ് ചെയ്തത്. ഞങ്ങളെ 3 ആളെ എനിക്ക് തോന്നുന്നു ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇത് ഒരു പുയ്യ് ഊറ്റിയിട്ട് ആ പുയ്യിൽ ഇറക്കി എടുത്തിട്ടുണ്ടില്ല. ഉമ്മ പറഞ്ഞത് നിൽക്കുമ്പോൾ അങ്ങനെ ഈ മുക്കിൽ വരാമെന്നുള്ള കാരണം അതൊക്കെ പറയാൻ വന്നു. അങ്ങനെ ഒരു പാപ്പ കുടിച്ചിട്ട് വരുമ്പോൾ 1 കിലോ പച്ചമുന്തിരി ഇട്ട് എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഞാനാണെങ്കിലോ എനിക്ക് എനിക്ക് തോന്നുന്ന കല്യാണം കഴിഞ്ഞ് എൻ്റെ മോളായതിൻ്റെ ശേഷം എൻ്റെ ആ സ്വഭാവം മാറിയത്. മോളായതിൻ്റെ ആ സമയത്ത് മുതലാണ് എൻ്റെ ആ സ്വഭാവം മാറിയത്. ഒരു 6, 7 മണിയാകുമ്പോഴത്തേക്കും ഞാൻ കടന്നു നോക്കുന്നു. എൻ്റെ മോളായെന്ന് വെച്ചാൽ 13, എൻ്റെ മോൾക്ക് ഇപ്പോൾ 13 വയസ്സായി. ഈ 13 കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ആ സ്വഭാവം ഉണ്ടാകും. 7 മണിയാകുമ്പോഴത്തേക്കും ഞാൻ തോർത്തിട്ട് ഞാൻ വേഗം കടന്നു തുടങ്ങും. എനിക്ക് ഉറക്കം പറഞ്ഞാൽ അത് ഇതാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരാളോടെ ചത്താലും ഒരാളോടെ എന്തെന്നോടെ ഒച്ച ഉണ്ടാക്കിയാലും ഞാൻ എനിക്കില്ല. ഇപ്പം എന്ന് വെച്ചാൽ ഒരു ചെറുതായിട്ടൊരു പല്ലി അവിടെ നിന്ന് പോകുന്നുണ്ട്. എനിക്ക് വേഗം ഉഷാർത്തം അന്നെന്ന് വെച്ചാൽ പിന്നെ താത്തയിട്ടൊക്കെ കൂടിയിട്ട് ഇവരെന്നെ കളിപ്പിക്കും. വാപ്പ വരുന്നടി. അപ്പം ഞാൻ ലായില്ല. അപ്പം എനിക്ക് ബുക്കർ ചെല്ലിയിട്ടില്ലെങ്കിൽ വാപ്പാടെ നല്ല കിട്ടും. അപ്പം ഞാൻ ഓർക്കത്തിൽ അങ്ങനത്തെ ആ ഒരു ഇത് വന്നിട്ടേ അങ്ങനെ ഇത് വരുന്ന സമയത്തുണ്ടല്ലോ ആ പച്ചമുന്തിരി എന്നും കുടിച്ചൊരു പോരെങ്കിലും പച്ചമുന്തിരി കൊടുക്കും. ആ പച്ചമുന്തിരി അടിച്ച് തീറ്റിക്കണം. പുറത്തെത്തി പേടിച്ചിട്ട് ഇവർ 2 ആളും ഉറങ്ങൂല. എനിക്കറിയാമല്ലോ ഇവർ കുറച്ചുകൂടി വലുതായില്ല, ഞാൻ അത്ര വലുതായിട്ടില്ല. അപ്പോൾ ആ ഒരു ഓർമ്മയിലുണ്ടല്ലോ ആ ഒരു ഇത് ഇപ്പോഴും എനിക്ക് ആ ഒരു ഓർമ്മ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ആ ഒരു വാപ്പ കുടിച്ചിട്ട് വരുന്നത് 1 കിലോ പച്ചമുന്തിരി ഇന്ന് വരെ. അപ്പോൾ ചോദിക്കും വാപ്പല്ലേ പോയി കാണാം. പക്ഷേ നമ്മൾ പോയി സംസാരിച്ചാലും തിരിഞ്ഞു പോകുന്ന സ്വഭാവം എപ്പോഴും പെണ്ണ് കിട്ടിയിട്ട് ഇത് നമ്മൾ പോയി സംസാരിക്കാൻ പോയാലും
നമ്മളെ വാപ്പ തന്നെയെന്ന് വിചാരിച്ചിട്ട് വയസ്സിന് മൂത്തവരാണ് നമ്മൾ പോയിട്ട് സംസാരിക്കേണ്ടത് വിചാരിച്ചിട്ട് നമ്മൾ പോയി സംസാരിച്ചാൽ മാറുന്നു പോകും. എന്താണ് ഞങ്ങൾ മക്കൾ, ഈ മക്കളൊന്നും മാത്രമല്ല കേട്ടോ, വേറെ 3 പെൺകുട്ടികളുണ്ട് കോഴിക്കോട്. എന്താണ് ഞങ്ങൾ മക്കൾ ചെയ്ത തെറ്റ് എന്ന് ഇപ്പോഴും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഇപ്പോഴും എനിക്ക് മുക്കിൽ പ്രായമായില്ലേ, മാറില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. നമുക്കൊരു ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മളെ കല്യാണ ടൈം, നിക്കാഹ് എടുക്കാൻ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ വാപ്പ. ആ സമയത്ത് പോലും ഞങ്ങളെ കൈ കൊടുക്കാൻ വന്നിട്ടില്ല. ആ സമയത്ത് വന്നത് എൻ്റെ ആങ്ങളുണ്ട്, 3 മക്കളാണ്, അവനാണ് കൈ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉറപ്പ് വരുമ്പോഴും ഇപ്പോൾ ഈ രേണുസുതിയാണെങ്കിൽ കിച്ചുവാണെങ്കിൽ ഓരോന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ പബ്ലിക്കിൽ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് കാണാൻ പോയിട്ടിപ്പോൾ മിണ്ടാനങ്ങോട്ട് പോയാൽ പോലും മിണ്ടില്ല. എന്താണ് മക്കളായി ഞങ്ങൾ തെറ്റ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല. ഓപ്പോസിറ്റ് 3 പെൺകുട്ടികൾ വേറെ കെട്ടിയല്ലുണ്ട്. പക്ഷേ ഇതിൽ കുട്ടികളൊന്നുമില്ല, പ്രായമായി. എന്നാലും എന്തിൻ്റെ പേരിലാണ് പോലും അറിയില്ല. അപ്പോൾ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഇന്നും പച്ചവിനെ എന്ന് വെച്ചിട്ട് നിൽക്കുന്ന എൻ്റെ മക്കളുണ്ട്. എൻ്റെ മക്കൾക്ക് ഉപ്പ എന്നുള്ളത് വിളിക്കാൻ ആരുമില്ല. എൻ്റെ ഭർത്താവിൻ്റെതാണെങ്കിൽ ഭർത്താവ് ഒരു മോനെന്നുള്ളൂ. അത് 3 മാസം വയറ്റിലുണ്ടായിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ ഉപ്പ മരിച്ചു. ഭർത്താവിന് 3 മാസം വയറ്റിലുണ്ടായിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ ഉപ്പ മരിച്ചു. എൻ്റെ മക്കൾക്ക് ഉപ്പപ്പായിട്ട് വിളിക്കാൻ ഒരാളില്ല. ഇപ്പോൾ ആങ്ങളുടെ മക്കൾക്കാണെങ്കിലും അവരുടെ ഭാര്യയുടെ ഉപ്പുണ്ടല്ലോ, താത്താൻ്റെ മക്കളാണെങ്കിലും ഭർത്താവിൻ്റെ, എൻ്റെ മക്കൾക്ക് ഉപ്പപ്പായിട്ട് വിളിക്കാനുള്ള ആഗ്രഹം എനിക്ക്. ഞാനെങ്ങനെ ഉപ്പല്ലാണ്ട് എങ്ങനെ വളർത്തുന്നത്? അതിൻ്റെ 2 സ്നേഹം ഞങ്ങൾ വലിയപ്പോൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കുറേ മിണ്ടാണ്ട് ഇരുന്നിട്ടാണെങ്കിലും മരിക്കുന്ന സമയത്താണെങ്കിൽ ഞങ്ങൾ വലിയപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ ജീവനല്ല ഏറ്റവും കൂടുതലായിട്ട് ആക്കണം. അപ്പോൾ നമുക്ക് ഓരോ മക്കളെ നമ്മൾ കുട്ടിച്ചാരിപ്പോഴും, ഇപ്പോൾ കിച്ചു ആണെങ്കിലും രേണുസുതിയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓരോ വാഗ്വാദത്തിന് ഇങ്ങനെ വരുമ്പോഴും എല്ലാ വീട്ടുകളിലും ഓരോ കാര്യങ്ങളുണ്ട്. നമ്മളതിങ്ങനെ ഓരോന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് സങ്കടം വരുമ്പോൾ എത്ര പറഞ്ഞാലും ഇപ്പോഴും എനിക്ക് എൻ്റെ വാപ്പൻ്റെ മോളെ എന്നോട് എത്ര തെറ്റ് ചെയ്താലും എൻ്റെ വാപ്പൻ്റെ മോളെ എന്ന് വിളിച്ചാൽ ക്ഷമിക്കുന്നത് എൻ്റെ വാപ്പയാണ്, ജന്മം തന്ന വ്യക്തിയാണ്. എൻ്റെ വാപ്പാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രൂപ പോയി ചിലവാക്കാത്ത ഒരു വ്യക്തിയാണ് എൻ്റെ വാപ്പയാണ്. എന്നാലും എൻ്റെ താത്താക്ക് എത്ര തല്ലൂരിയാണ് എൻ്റെ വാപ്പാന്ന് പറഞ്ഞാൽ എൻ്റെ താത്തൻ്റെ ജീവൻ കളഞ്ഞു. താത്ത വാപ്പാൻ്റെ ആൾക്കാരെന്തെങ്കിലും പറഞ്ഞു ഞാനാണ് എനിക്ക് എൻ്റെ ഫാമിലിയിലുള്ള ഒരാളെ അറിയില്ല. എൻ്റെ വാപ്പാൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാരറിയാം, എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിലുള്ള ഒരു പേരറിയില്ല. കാരണം ഞാനൊരു മരിപ്പിന് പോവില്ല, ഒരു കല്യാണ ഫംഗ്ഷന് പോവില്ല, ഒന്നും പോയിട്ട് ചെറുപ്പം മുതലേ ഉള്ള ഒരു സ്വഭാവം, ഒരു പരിപാടിക്ക് ഞാൻ പോവില്ല. എന്നാലും ഇതേമാതിരി ഞാനും എൻ്റെ താത്തനും കൂടിയിട്ട് പോകണം മാമാളെ മോളെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ ഫാമിലിയുള്ള ഒരു കണക്ക് ഇന്നെ അറിയുമെന്ന് ചോദിച്ചു. ഞങ്ങളിതൊരു മാമായിട്ട് വരും. ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. എൻ്റെ പേരെന്തോ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ പടുത്ത് അങ്ങോട്ട് പോയപ്പോൾ ഉമ്മാനോട് പറയണം, എൻ്റെ മോളുണ്ടല്ലോ ഞാൻ ആരാണെന്ന് ചോദിച്ചിട്ട് എൻ്റെ മോൾക്ക് അറിയില്ല എന്നല്ല. പിന്നെ ഉമ്മ പറഞ്ഞു എൻ്റെ മൂത്തോളാണെങ്കിലും അറിയായിരിക്കും, ഒരു കുടുംബത്തിലുള്ള ഒരാളറിയാത്തൊരു മോളുണ്ടെങ്കിൽ അത് എൻ്റെ മോളായിരിക്കും. ഞാൻ അങ്ങനെ ഒരാളെ ആവശ്യങ്ങൾക്കോ പരിപാടികൾക്കൊന്നും പോലെ, കാരണം മരിപ്പൊക്കെ അത്യാവശ്യം മരിപ്പൊക്കെ പോകാന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും അസുഖമായിരിക്കും, പനിയായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ഫാമിലിയിൽ നിന്ന് മരിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല, കാരണം എൻ്റെ മുമ്പ് ചിക്കൻ ബോക്സ് ആയിട്ട് ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുറ്റം പറയുന്നവർക്കൊക്കെ ഒന്ന് ആലോചിക്കുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെ കൈ ചാടുമ്പോൾ നമ്മളെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ വലുതായിരുന്നു. നമ്മളെ മക്കളെ ഇട്ടുകൊടുത്ത് നമ്മളെ മക്കൾ 1 രൂപ തന്നതാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയുമ്പോഴായിരുന്നെങ്കിലും ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പരമായിട്ടുള്ള വിഷമങ്ങളുണ്ടാവും. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബൈ.